ഇസ്രായേലിൽ നിന്ന് അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ കൂട്ടത്തോടെ പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് മാത്രമല്ല 20% യുദ്ധവിമാനങ്ങളടക്കമുള്ള സംവിധാനങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടും പ്രാധാന്യമായിട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. അഥവാ ഇസ്രായേലും അമേരിക്കയും ഉടക്കി പിരിയുകയാണ് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അമേരിക്കയുടെ നയങ്ങളുടെയും നിലപാടുകൾക്കും മേലെ ഇസ്രായേൽ അഭിപ്രായം പറയുന്നതും അമേരിക്ക പറയുന്ന നിലപാട് അംഗീകരിക്കാത്തതും വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയെ. സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ അമേരിക്ക മാത്രമാണ് ഇസ്രായേലിനെ പിന്തുണക്കുന്നത് എന്ന് JD വാൻസൺ പറഞ്ഞത് തന്നെ വലിയ പ്രാധാന്യമുള്ള റിപ്പോർട്ടായിട്ടാണ് ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെ ആ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ പറയുന്ന സമയത്ത് 20% സൈനിക സംവിധാനങ്ങൾ ഇസ്രായേലിൽ നിന്ന് പിൻവലിക്കുകയും യൂറോപ്പിലേക്ക് അവ മാറ്റാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. അതായത് സാധ്യതകളാണ് വിലയിരുത്തുന്നത്, അങ്ങോട്ടാണ് കൊണ്ടുപോകാൻ സാധ്യത. അവിടെ എത്തിയിട്ടുണ്ട് റിപ്പോർട്ടൊക്കെ പ്രാദേശിക തലത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. 20% അവർന്ന് ചോർന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടായിരിക്കുന്ന ബംഗൂരിൻ എയർപോർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സൈനിക പിന്മാറ്റം നടത്തിയത്. സൈനികർ എന്നല്ല പറഞ്ഞത്, സൈനിക സംവിധാനങ്ങൾ എന്നുള്ളതാണ്. യുദ്ധവിമാനം, യുദ്ധക്കപ്പലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പെടും. യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പിന്മാറ്റം നടത്തിയത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന്, ഇറാൻ്റെ ഭാഗത്തു നിന്നും ലെബനാൻ്റെ ഭാഗത്തു നിന്നും ആക്രമണം വന്നത് ബംഗൂരിൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചാണ്. യമനിലുള്ള ഹിസ്ബുള്ള ഹൂത്തി വിമതർ ആക്രമിച്ചതും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അഥവാ ഇവിടെ യുദ്ധത്തിൻ്റെ എല്ലാവിധ സംവിധാന കാര്യങ്ങളും ഒരുക്കുന്നൊരു മേഖലയാണ്. സുരക്ഷിതത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ബംഗൂരിൻ എയർപോർട്ടിന് സുരക്ഷിതത്വം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അനുമാനം. കാര്യം ഈ മേഖലയിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനമുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് സാധാരണഗതിയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മറ്റ് ലോക രാജ്യത്തേക്ക് പോകാറുള്ളത്. അമേരിക്കൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള മറ്റ് ലോക രാജ്യങ്ങൾ ഇറങ്ങാറുള്ളതും ഈ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പൊടുന്നനെയുള്ള അമേരിക്കയുടെ സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്ക രാജ്യത്തിനകത്തുണ്ട് എന്ന് ഇസ്രായേലിൻ്റെ ചില റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നു. എന്തൊക്കെ ആയുധ സംവിധാനങ്ങളാണ് ഇസ്രായേലിൽ അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം. യുദ്ധവിമാനങ്ങളുണ്ട്, യുദ്ധക്കപ്പലുകൾ, കവചിത വാഹനങ്ങൾ, സൈനിക സംവിധാനങ്ങൾ, സൈനികർ, പിന്നെ വെടിക്കോപ്പ് പോലെയുള്ള വെടിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സാമഗ്രി സംവിധാനങ്ങൾ, മിസൈലുകൾ, മൈനുകൾ, റഡാർ സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, പിന്നെ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വിടാത്ത രീതിയിലുള്ള വലിയ സാങ്കേതിക സംവിധാനങ്ങൾ വേറെയും. ഇതിൽ എണ്ണ കാര്യങ്ങളൊക്കെ എത്ര എണ്ണ ഉണ്ട്, യുദ്ധവിമാനം എത്രയുണ്ട്, യുദ്ധക്കപ്പൽ എത്ര ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു. ഗൂഗിൾ അടക്കമുള്ള അന്താരാഷ്ട്ര റിപ്പോർട്ട് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഒരിടത്തും അങ്ങനത്തെ ഒരു റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക അങ്ങനത്തെ ഒരു രഹസ്യമായിരിക്കുന്ന കാര്യം പബ്ലിക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പുറത്ത് വിടുന്ന സമയത്ത് അവർ ഈ കൊടുക്കുന്ന സമയത്ത് മാത്രമേ അത് റിപ്പോർട്ടായിട്ട് പുറത്തു വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അത് എവിടെയും നമ്മൾ പരിശോധിച്ച സമയത്ത് എവിടെ കാണാൻ പറ്റും യുദ്ധവിമാനം എത്ര ഇസ്രായേലിൻ്റെ അകത്തുണ്ട് എന്നുള്ള പരിശോധന ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഒരിക്കലും അതിന് ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് 100-ലധികമോ 100ഓളം യുദ്ധവിമാനങ്ങളോ ഇസ്രായേലുണ്ട്. അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുണ്ടായത്. അത് 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തോടനുബന്ധിച്ച് തന്നെ ഒരു യുദ്ധക്കപ്പലുകളും ഏറെക്കുറെ 50ഓളം യുദ്ധവിമാനങ്ങളും, അതായത് വിമാനവാഹിനി കപ്പലുകൾക്ക് പുറമെ യുദ്ധവിമാനങ്ങൾ വേറെയും ഈ മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് അവരവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചോദ്യം വന്നിരുന്നു അമേരിക്കയോട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇത്രയും വലിയ യുദ്ധ സംവിധാന കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കുന്നത് എന്ന്. അതിനവർ പറഞ്ഞിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത്, തങ്ങൾ അന്ന് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം നടക്കുന്ന സമയമാണ്. ഗസയോ ഫലസ്തീനോ ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ, മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ തങ്ങളതിന് പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അന്ന് പറഞ്ഞതിൻ്റെ അനുമാനം. അതിൻ്റെ തുടർച്ചയായി പല ഘട്ടങ്ങളിലും യുദ്ധ സാമഗ്രികളും സംവിധാനങ്ങളും കൂടുക എന്നല്ലാതെ കുറഞ്ഞിട്ടേ ഇല്ല. പിന്നീടാണ് യുദ്ധക്കപ്പൽ, അബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പൽ, ഈ ജോർജ് ബുഷ് യുദ്ധക്കപ്പൽ, അത്തരം യുദ്ധക്കപ്പലുകൾ 3-ലധികം യുദ്ധക്കപ്പലുകൾ, അതോ എല്ലാം വിമാനവാഹിനി കപ്പലാണ്.
ജെറാഡ് ഫോർഡ് അടക്കമുള്ള യുദ്ധക്കപ്പലുകളൊക്കെ വന്ന അങ്ങനെയാണ്. പിന്നെ 3 പിൽക്കാലത്ത് പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാവുകയോ നടുവൊടിയോ കാണാതാവുകയോ അങ്ങനെ കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളത് സംസാരിച്ചാണ്. അപ്പോൾ ഇപ്പോഴത്തെ 2 തരത്തിലുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നു. ഒന്ന്, അമേരിക്കയുടെ രഹസ്യങ്ങൾ ഇസ്രായേൽ ചോർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ അമേരിക്കയുടെ പ്രസിഡന്റ് സംവിധാനം അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിന്നും സൈനിക കമാൻഡർമാരിൽ നിന്നും അവരുടെ ഈ ശാസ്ത്രജ്ഞരെ പോലെയോ അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ സൂക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന നേതൃത്വം ആരാണോ അവരിൽ നിന്ന് ഇസ്രായേൽ രഹസ്യം ചോർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അമേരിക്കക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ മൊസാദ് സംഘം എന്ന് പറയുന്നത് അമേരിക്കയെ കൂടി സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പല ഘട്ടത്തിലും ഇസ്രായേൽ പറഞ്ഞതാണ്. പക്ഷേ ഇവരിപ്പോൾ ചെയ്തിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ലോകരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തുന്നു എന്ന് മാത്രമല്ല, തൊട്ടടുത്ത സൗഹൃദ രാജ്യമായിരിക്കുന്ന സൗഹൃദം മാത്രമെന്നല്ല, ബ്രദേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സഹോദര രാജ്യം, സുഹൃത്ത് രാജ്യം, നയതന്ത്ര ബന്ധമുള്ള രാജ്യം, അങ്ങനെ എല്ലാ തരത്തിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ബന്ധമാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ. അവരുടെ രഹസ്യം പോലും ചോർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയങ്ങൾ ഇപ്പോൾ ഗൗരവപരമായിട്ട് വരികയും ചില പത്രങ്ങളിൽ റിപ്പോർട്ട് വരികയും ചെയ്തതോട് കൂടിയിട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കും വല്ലാത്ത രീതിയിൽ ഒരു ആകാംക്ഷ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. വലിയ നിരീക്ഷണ സംവിധാനങ്ങൾ ഭരണാധികാരികൾക്കിടയിലും സൈനിക മേധാവികൾക്കിടയിലും രാഷ്ട്രീയ നേതൃത്വത്തിനിടയിലും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് എന്ന് തെളിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പെഗാസസ് എന്ന് പറയുന്ന ഈ മൊബൈൽ സംവിധാനത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്കയും കക്ഷിയായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഇതിനോടനുബന്ധിച്ച്, അതായത് ഡൊണാൾഡ് ട്രംപിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യിപ്പിച്ചു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അത് എംസ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏറ്റവും കൂടുതൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് പുറത്ത് വിട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചാണ്. ഡൊണാൾഡ് ട്രംപ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുമായി കൂടെ നിന്നുള്ള ചിത്രങ്ങളടക്കം അന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ആദ്യം അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് വരുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഏകദേശം 30% മാത്രമേ ഇപ്പോഴും പുറത്ത് വന്നിട്ടുള്ളൂ. എപ്സ്റ്റൈൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ ഈ അമേരിക്കയുടെ കോടതിയിൽ കേസായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ സംഭവങ്ങൾ എപ്സ്റ്റൈനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇസ്രായേലിന് വലിയ ബന്ധമാണ്. ഈ ബന്ധത്തിൽ ഊന്നിയിട്ടാണ് പല രഹസ്യങ്ങളും ചോർത്താൻ വേണ്ടിയിട്ട് എപ്സ്റ്റൈൻ ഇസ്രായേൽ ഉപയോഗിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഈ രാജ്യത്തിൻ്റെ കുറേ രഹസ്യങ്ങൾ ചോർന്നിട്ടുണ്ട്, അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നീക്കുപോക്കുകൾ എങ്ങനെയെന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണ കാര്യങ്ങൾ ഉണ്ടാവാറുള്ളത്. അത് ഇറാൻ്റെ വിഷയത്തിലാണെങ്കിലും ലെബനാൻ്റെ വിഷയത്തിലാണെങ്കിലും ഈ യമൻ്റെ വിഷയത്തിലാണെങ്കിലും അത് ഹൂത്തികളുടെ പ്രധാനമന്ത്രി അടക്കം ഒരുപാട് ഉന്നത സംഘത്തെ ഒരു സമയത്ത് അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെതാണെങ്കിൽ അസർ നസ്രുള്ള അടക്കം അവിടെ സൈനിക കമാൻഡർമാരടക്കമുള്ള ഒരുപാട് പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ ആണെങ്കിൽ ആയത്തുള്ള അലി ഖംനായി എന്ന അവിടെ ആത്മീയ നേതാവ് അടക്കമുള്ള ഒരുപാട് സംഘത്തെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം രഹസ്യങ്ങൾ ചോർന്നിട്ടുണ്ട്. കൃത്യതയോടുകൂടി ഉന്നം വെച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. അതിനുശേഷം ഇറാൻ വല്ലാത്തൊരു പാഠം പഠിക്കുകയും ഇറാൻ വളരെ കൃത്യതയോടുകൂടി ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു. 300 മുതൽ 2000-ഓളം ഇത്തരം കാര്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന ആളുകളെ പിടികൂടി ഇറാൻ. അതിൽ ഒരുപാട് പേരെ വധശിക്ഷയ്ക്ക് വിധം 30-ലധികം ആളുകൾക്ക് വധശിക്ഷ നടപ്പിലാക്കി എന്ന് പറയുന്നു. എന്നാൽ 100-ലധികം ആൾക്കാരുണ്ട് എന്നും അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ മൊസാദ് സംഘത്തിന് വേണ്ടി ഏജൻസിയായിട്ട് പണിയെടുത്തവരാണ് ഇവർ എന്ന് ഏറെക്കുറെ തെളിഞ്ഞ. അതോടുകൂടി എന്താണ് മൊസാദിൻ്റെ സംവിധാന കാര്യങ്ങൾ എന്ന് ഇറാൻ്റെ അകത്ത് അവരുടെ രഹസ്യം എന്താണെന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നതിൽ ഇറാൻ ജയിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള ഒരു യുദ്ധത്തിലും ഒരാക്രമത്തിലും ഇറാൻ പാളിപ്പോയിട്ടില്ല. കൃത്യമായ രീതിയിൽ തന്നെ പ്രതിഫലനം കണ്ടിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. JD വാൻസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഇസ്രായേലിൻ്റെ മുന ഒടിക്കുന്ന തരത്തിലാണ് പറഞ്ഞത്. നിങ്ങൾ, അതായത് ഇസ്രായേലർ 9 ദശലക്ഷം മാത്രം ജനങ്ങളുള്ള ഒരു ചെറിയ രാജ്യമാണ്. എല്ലാ ദേശീയ സുരക്ഷാ പ്രശ്നങ്ങളും ആക്രമണത്തിലൂടെ മാത്രം പരിഹരിക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ അമേരിക്കയെ വെല്ലുവിളിക്കുക, അമേരിക്കയുടെ നിലപാടിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാൻ ലോകത്തൊരു രാജ്യവും ഇല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളുമായിട്ടുള്ള വെല്ലുവിളി നിങ്ങളെ നാശത്തിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ്. അവിടുത്തെ ഈ പ്രതിരോധ മന്ത്രിയാണെങ്കിലും നിയമമന്ത്രിയാണെങ്കിലും വലിയ രീതിയിൽ വർഗീയപരമായിട്ട് സംസാരിക്കുന്ന ആളുകളും വലതുപക്ഷ തീവ്ര ചിന്താഗതി ഉള്ളവരുമാണ്. അവരുടെ കയ്യിലൂടെയാണ് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ പിൻവലിച്ചാൽ ഭരണം വീഴുമെന്നതിനാൽ ഇവരെന്താണോ പറയുന്നത് അതനുസരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ചെയ്യുന്നത്. അത് ഇസ്രായേലിനെ നാശത്തിലേക്ക് നയിക്കും.
അപ്പോൾ എല്ലാം ആയുധം കൊണ്ട് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന ചോദ്യം പ്രസക്തമായിട്ട് അവിടെ വരുന്നു. ഇപ്പം രണ്ട് വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലിന് നിലവിലെ സാഹചര്യത്തിൽ നൽകുന്ന സഹായങ്ങൾ നിർത്തലാക്കുകയും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന സൈനിക സംവിധാനങ്ങൾ പിൻവലിക്കാനും അമേരിക്ക തീരുമാനിച്ചതോടുകൂടി ഈ യുദ്ധം മറ്റൊരു തലത്തിലേക്കാണ് കയറുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.